സജോ മധ്യ കേരളം തിരിച്ചടിക്കുമോ എന്നുള്ളൊരു ഒരു ആശങ്ക ഇപ്പോൾ ചില നേതാക്കൾക്കുണ്ട്. ദീപ്തിയെ തഴഞ്ഞതിൽ വലിയ പ്രതിഷേധമുണ്ട്. എന്താണ് കൊച്ചിയിൽ മുഹമ്മദ് ഷിയാസിന് വേണ്ടി ഫ്ലെക്സ് ബോർഡുകൾ ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ വി.ഡി. സതീശന് സ്വന്തം ജില്ലയിൽ വി.ഡി. സതീശന് ഒരു സേ ഇല്ലാതെ പോയ നാണക്കേടല്ലേ. അതുകൊണ്ട് തന്നെ അവസാന നിമിഷം വരെയും ഷിയാസിനെ മത്സരിപ്പിക്കാൻ വി.ഡി. സതീശൻ ഉറച്ചു നിന്നു പാറ പോലെ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കെ.സി. വേണുഗോപാൽ പക്ഷം ദീപ്തിയുടെ പേരിനാണ് പരിഗണന നൽകിയത്. നേരത്തെ കോർപ്പറേഷൻ മേയർ തെരഞ്ഞെടുപ്പിലും ദീപ്തിയെ അവസാന ഘട്ടത്തിൽ അവഗണിച്ചത് വലിയ നിരാശ പടർത്തിയിരുന്നു. അതുകൊണ്ട് ഇത്തവണ ദീപ്തിയോട് നീതി ചെയ്യണം എന്നുള്ളതായിരുന്നു കെ.സിയുടെ പക്ഷത്തിന് തീരുമാനം. പക്ഷേ വി.ഡി. സതീശൻ ഉറച്ചു തന്നെ നിന്നു. ഒടുവിൽ ഷിയാസിനെ ജില്ലയിൽ കൊച്ചിയിൽ തന്നെ മത്സരിപ്പിക്കാൻ തീരുമാനമായി. അതേപോലെ പെരുമ്പാവൂരിലെ കാര്യമാണെങ്കിലും തൃപ്പൂണിത്തുറയിലെ കാര്യത്തിലും ഇപ്പോഴും അനിശ്ചിതത്വം ബാക്കി നിൽക്കുന്നു. ഈ വൈകുന്നത് മധ്യ കേരളത്തിൽ തിരിച്ചടിയാകുമോ കോൺഗ്രസിന്? സജോ ദേവസ്യ, ഗുഡ് മോർണിംഗ്. ഡോക്ടർ അരുൺകുമാർ, ഗുഡ് മോർണിംഗ്. എറണാകുളം, കോട്ടയം, ഇടുക്കി ജില്ലകൾ എടുത്ത് പരിശോധിച്ചാൽ കോൺഗ്രസും കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പും ഏറ്റവും അധികം സീറ്റുകൾ പ്രതീക്ഷിക്കുന്നത് മധ്യ കേരളത്തിലാണ്. ആ മധ്യ കേരളത്തിലാണ് ഈ നിയമസഭാ തിരഞ്ഞെടുപ്പ് മുന്നൊരുക്കത്തിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന്റെ കാര്യത്തിൽ ഏറ്റവും വലിയ അനിശ്ചിതത്വം പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ കാര്യത്തിൽ രൂപപ്പെട്ടത് എന്നത് എടുത്തു പറയേണ്ടതാണ്. ആലപ്പുഴ ജില്ലയിലേക്ക് കൂടി പോയാൽ കുട്ടനാട്ടിലുണ്ടായ പൊട്ടിത്തെറി നമ്മൾ കണ്ടതാണ്. എറണാകുളത്തിന്റെ കാര്യത്തിൽ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ തട്ടകമായ സ്വന്തം ജില്ലയായ എറണാകുളത്ത് ഇപ്പോഴും അനിശ്ചിതത്വവും ആകാംക്ഷയും സസ്പെൻസും ഒക്കെ നിലനിൽക്കുന്നു എന്നതാണ്. പെരുമ്പാവൂരിന്റെ കാര്യത്തിൽ ഇപ്പോഴും തീരാത്ത അനിശ്ചിതാവസ്ഥ തുടരുന്നു എന്നാണ് എടുത്തു പറയേണ്ടത്. എൽദോസിന്റെ കാര്യം ഏറെക്കുറെ തീരുമാനമായി എന്ന വിവരം പുറത്തു വരുന്നു. അവിടെ ഉല്ലാസ് തോമസിന്റെയും മനോജ് മൂത്തേടന്റെയും പേരുകളാണ് പരിഗണനയുള്ളത്. അവിടെ തന്നെ സാമുദായിക സമവാക്യത്തെ ചൊല്ലിയുള്ള തർക്കം ഇപ്പോഴും നിൽക്കുന്നു. മനോജ് മൂത്തേടന്റെ പേര് സിറോ മലബാർ സഭ നിർദ്ദേശിച്ച പേരുകൂടിയാണ്. അദ്ദേഹം വരുമോ? അവിടെയും യാക്കോബായ സഭാ വിഭാഗത്തിൽ നിന്നുള്ള ഒരാളെ പരിഗണിക്കണം എന്ന ആവശ്യത്തിന്റെ പുറത്താണ് ഉല്ലാസിന്റെ പേര് അവിടെ വന്നത്. അവിടെ നിലനിൽക്കുന്ന അനിശ്ചിതാവസ്ഥ. തൃപ്പൂണിത്തുറയുടെ കാര്യത്തിലാണെങ്കിൽ നേരത്തെ കാലേ കൂട്ടി അവിടുത്തെ സിറ്റിംഗ് എം.എൽ.എ റിട്ടയർമെന്റ് പ്രഖ്യാപിച്ചിട്ടും അവിടെ ഒരു പകരക്കാരന്റെ കാര്യത്തിൽ ഇപ്പോഴും വ്യക്തമായൊരു ധാരണയിലേക്കോ തീരുമാനത്തിലേക്കോ പോകാൻ കഴിയുന്നില്ല. കൊച്ചിയുടെ കാര്യത്തിലാണെങ്കിൽ 2 സ്ഥാനാർത്ഥികൾ പോസ്റ്ററുകൾ തയ്യാറാക്കുന്നു, മത്സരിക്കാൻ സജ്ജരാകുന്നു. മുഹമ്മദ് ഷിയാസും അതോടൊപ്പം തന്നെ ദീപ്തി മേരി വർഗീസും. ദീപ്തിക്ക് സീറ്റില്ല കൊച്ചിയിൽ എന്ന കാര്യത്തിൽ ഏറെക്കുറെ തീരുമാനം വ്യക്തത വന്നു കഴിഞ്ഞോടെ ഷിയാസ് തന്നെ ഉറപ്പിക്കുന്നു എന്നതാണ്. പക്ഷേ കഴിഞ്ഞ ദിവസം തന്നെ ദീപ്തി പ്രതികരിച്ചിരുന്നു. ദീപ്തി പറഞ്ഞത് തനിക്ക് ഇക്കാര്യത്തിലുള്ള നിലപാട് പറയും, തന്റെ അഭിപ്രായം പറയും, അതിനും അപ്പുറത്തേക്ക് കടുത്ത തീരുമാനങ്ങളിലേക്ക് പോകില്ല എന്ന് പറയും. സ്വാഭാവികമായും അവർ മേയർ പദവിയിൽ നിന്ന് തഴയപ്പെട്ട ആളാണ്. അപ്പോൾ ഈ കാര്യം, ഇങ്ങനൊരു കാര്യം കൂടി വന്നു കഴിയുമ്പോൾ സ്വാഭാവികമായും അവരുടെ ഭാഗത്തുനിന്ന് സീറ്റില്ല എന്ന അന്തിമ തീരുമാനമാണ് വരുന്നതെങ്കിൽ അവരുടെ ഭാഗത്തുനിന്ന് സ്വാഭാവികമായും അവരുടെ വേദന അവർ പങ്കുവയ്ക്കും എന്നാണ് നമ്മൾ കരുതുന്നത്. അതിനും അപ്പുറത്തേക്ക് കടുത്ത നിലപാടൊന്നും സ്വീകരിച്ചേക്കില്ല. പക്ഷേ അതും സ്വാഭാവികമായി ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന ഒന്നാണ്. അവിടെ മുഹമ്മദ് ഷിയാസിന് സീറ്റ് കൊടുക്കുമ്പോൾ വൈപ്പിനിൽ ലത്തീൻ പ്രാതിനിധ്യം വേണം എന്നതുകൊണ്ടാണ് ടോണി ചെമ്മയിലേക്ക് പോയത്. ഇങ്ങനെ ഓരോന്നായി എടുത്ത് പരിശോധിച്ചാൽ ഇടുക്കി സീറ്റിന്റെ കാര്യം ഏറ്റെടുത്ത സീറ്റാണ്. അവിടെയും ഈ അനിശ്ചിതാവസ്ഥയുണ്ട് എന്നുള്ളതാണ് പ്രതിസന്ധി. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഒരിക്കൽ കൂടി ഒന്ന് ആദിൽ പാലോടിലേക്ക് പോകണം. ആദിൽ പാലോട്, കൊച്ചിയിൽ എന്താണ് അവസ്ഥ? മുഹമ്മദ് ഷിയാസിന് റോഡ് ഷോ നടത്തിയേ പറ്റൂ. സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരുന്നതോടുകൂടി റോഡ് ഷോയ്ക്കുള്ള ഒരുക്കങ്ങളിലാണോ? മുഹമ്മദ് ഷിയാസിന് വേണ്ടിയുള്ള ഫ്ലെക്സ് ഉയർന്നോ? ദീപ്തിക്ക് വേണ്ടിയുള്ള ഫ്ലെക്സ് താഴ്ന്നോ? അരുൺകുമാർ, ഞാനിപ്പോൾ നിൽക്കുന്നത് തോപ്പുംപടി ജംഗ്ഷനിലാണ്. തോപ്പുംപടി ജംഗ്ഷനിൽ ഒരു കൂറ്റൻ ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നത് കാണാം. ഇതിൽ എഴുതിയിരിക്കുന്ന വാചകങ്ങൾ വായിച്ചാൽ ശ്രീ മുഹമ്മദ് ഷിയാസിന് കൊച്ചി നിയോജക മണ്ഡലത്തിലേക്ക് സ്വാഗതം എന്നെഴുതി ഷിയാസിന്റെ വലിയ ചിത്രവുമായുള്ള ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ചിരിക്കുകയാണ്. ഇന്നലെ പ്രവർത്തകരുടെ വലിയ കൂട്ടമായിരുന്നു തോപ്പുംപടിയിൽ ഉണ്ടായിരുന്നത്. ഷിയാസ് തന്നെയാകും സ്ഥാനാർത്ഥി എന്നതായിരുന്നു കൂടുതൽ സാധ്യതയും. ഇപ്പോഴത് ഏതാണ്ട് ഉറപ്പിച്ച മട്ടിലാണ്. ഷിയാസ് പ്രഖ്യാപനം വരുന്നതിന് മുൻപ് തന്നെ 2 കൂട്ടരും ഒരുപോലെ ഒരുങ്ങി എന്നുള്ളതാണ് നമ്മൾ കണ്ട കാഴ്ച. ഏതായാലും തോപ്പുംപടിയിൽ അടക്കം ഈ ഫ്ലെക്സ് ബോർഡുകൾ ഉയരുകയാണ്. നേരത്തെ ദീപ്തി മേരി വർഗീസിൻ്റെതാകട്ടെ അടിച്ചു തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ, പോസ്റ്ററുകളായിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. സർവം ദീപ്തം എന്ന പേരിലായിരുന്നു ദീപ്തി മേരി പോസ്റ്ററുകൾ തയ്യാറാക്കിയത്. കൊച്ചി മണ്ഡലത്തിലെ വോട്ട് ചോദിച്ചുകൊണ്ട്, കൈയടയാളത്തിൽ വോട്ട് ചോദിച്ചുകൊണ്ടുള്ള പോസ്റ്ററുകളാണ് ദീപ്തി തയ്യാറാക്കിയതെങ്കിൽ ഇപ്പോൾ ഷിയാസിന്റെ ഫ്ലെക്സ് ബോർഡാണ് നമ്മളിവിടെ കാണുന്നത്. തോപ്പുംപടി ജംഗ്ഷനിലാണ് ഈ ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നത്. സമാനമായി പലയിടത്തും ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിക്കുന്നു എന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരം. ഇന്നലെ ഈ സ്ഥലത്ത് വെച്ചാണ് നിരവധി ആളുകൾ, പ്രവർത്തകർ ഒത്തുകൂടി പ്രഖ്യാപനം വരുന്നു അപ്പോൾ റോഡ് ഷോ എന്ന രൂപത്തിൽ റോഡ് ഷോ നടത്താൻ മുട്ടി നിന്നത് എന്ന് നമുക്ക് പറയാനാകും. ഏതായാലും 2 ക്യാമ്പുകളും ഇപ്പോൾ ഏതാണ്ട് ദീപ്തിക്കൊരു സൂചന ലഭിച്ചു എന്ന് മനസ്സിലാക്കുന്നു. ഷിയാസ് ഏതായാലും വലിയ പ്രതീക്ഷയിൽ തന്നെയാണ്. ഇനി അഥവാ പ്രഖ്യാപനം ഉണ്ടായാൽ വലിയ കൂറ്റൻ റാലിയിലേക്ക്, റോഡ് ഷോയിലേക്ക് പോകും. താങ്ക് യു. ഇപ്പോൾ വരുന്ന വിവരങ്ങൾ കോൺഗ്രസിന്റെ നേതൃത്വത്തെ സംബന്ധിച്ച്
അല്പം ആശങ്കപ്പെടുത്തുന്നതാണ്. കൊച്ചിയിൽ വളരെ വൈകിയാണ് ഇനിയിപ്പോൾ പ്രചരണത്തിന് മറ്റ് നേതാക്കൾ ഇറങ്ങുക. വൈപ്പിനിലായിട്ടില്ല. വൈപ്പിൽ ടോണി ചമ്മണിയുടെ കാര്യത്തിൽ ഏകദേശം തീരുമാനമായി. അപ്പോൾ ഇത് പട്ടിക വന്നാലേ അത് ഉറപ്പിക്കാൻ സാധിക്കൂ. ടോണി ചമ്മണി തന്നെയായിരിക്കും. തൃപ്പൂണിത്തുറയിലായിട്ടില്ല. നിലവിൽ കൊച്ചിയിൽ മുഹമ്മദ് ഷിയാസിൻ്റെ പേരാണുള്ളത്. എൽദോസിന് വേണ്ടിയിട്ട് അവസാന നിമിഷവും ചില പ്രാദേശിക നേതൃത്വവും ചില ആളുകളും ഒക്കെ ബാറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ എൽദോസിൻ്റെ കാര്യത്തിൽ പെരുമ്പാവൂരിലും അന്തിമ തീരുമാനം വരേണ്ടതുണ്ട്. അവിടെ എൽദോസിന് സീറ്റില്ല എന്നുള്ള കാര്യത്തിൽ തീരുമാനമായി. പകരം ആര് വരും എന്നുള്ളതാണ്. മനോജ് മുത്തേടം വരുമോ എന്നുള്ളതാണ്. അതല്ലെങ്കിൽ ഉല്ലാസിനെ പരിഗണിക്കണോ എന്നുള്ളതാണ്.